നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ തൃശൂർ ജില്ലാതല ആഘോഷങ്ങൾക്കായി തേക്കിൻകാട് മൈതാനമൊരുങ്ങി. സ്വാതന്ത്ര്യദിനാഘോഷ ജില്ലാ പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തി. അവണിശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി വിതരണം നടന്നു. സമേതം എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ചങ്ങാതിക്കുരുത്തായി വിതരണ പദ്ധതി നടന്നത്. ചേർപ്പിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയ നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്കും നഴ്സിനും പരിക്കേറ്റു. പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച 3 അംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ തൃശൂർ ജില്ലാതല ആഘോഷങ്ങൾക്കായി തേക്കിൻകാട് മൈതാനമൊരുങ്ങി. സ്വാതന്ത്ര്യദിനാഘോഷ ജില്ലാ പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തി. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് വെള്ളിയാഴ്ച രാവിലെ 8:30 തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന പരേഡോടെ തുടക്കമാകും. ആംഡ് റിസർവ് പോലീസ്, സിറ്റി ലോക്കൽ മെൻ, റൂറൽ ലോക്കൽ മെൻ, സിറ്റി റൂറൽ ലോക്കൽ വുമൺ, എക്സൈസ്, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, 23 KNCC, 24 KNCC, 7 KNCC, SPC സിറ്റി ബോയ്സ്, SPC റൂറൽ ബോയ്സ്, SPC സിറ്റി ഗേൾസ്, SPC റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളിലായാണ് പരേഡ് നടക്കുക. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാക ഉയർത്തൽ നിർവഹിക്കും. തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ പ്രത്യേകം തയ്യാറാക്കിയ പരേഡ് ഗ്രൗണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട സജ്ജീകരണങ്ങളും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ വിലയിരുത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തൽ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവണിശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി വിതരണം നടന്നു. സമേതം എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ചങ്ങാതിക്കുരുത്തായി വിതരണ പദ്ധതി നടന്നത്. ചങ്ങാതിക്കുരുത്തായി കൈമാറാം, നട്ടുപരിപാലിക്കാം എന്ന പരിപാടി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ടീച്ചർ 4 വരി ഗാനം ആരംഭിച്ചപ്പോൾ പലരും ചിരിച്ചു, അതേപോലെ പലരും കൈയടിച്ചു. ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു ടീച്ചർ 4 വരി ഗാനം ആരംഭിച്ചു പിടിച്ചു നിൽക്കാനായിട്ട് പ്രസംഗത്തിനേക്കാൾ ഉപരിയായിട്ട് പാട്ടിലായിരിക്കും കൂടുതൽ താല്പര്യം. ഞാനും ഒരു പാട്ടൊന്ന് കാശിലേക്കുള്ള കൈയടിക്കുന്നതിന് പല ആളുകളും വിചാരിക്കും ഇതൊക്കെ പറയാനാണ് വിചാരിക്കാം. എന്നിരുന്നാൽ 4 വരി ഞാനൊന്ന് കാശ് പറഞ്ഞു. ആ ഗാനം ഇങ്ങനെയാണ്: ചന്ദ്രകളവും ഈ മനോഹര തീരത്തു തരുമോ ഈയൊരു ജന്മം. സ്കൂൾ പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ് ആദ്യ വൃക്ഷത്തൈ ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ, പ്രധാനാധ്യാപിക, അധ്യാപകർ എന്നിവർ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി. തുടർന്ന് ഏറ്റുവാങ്ങിയ വൃക്ഷത്തൈകൾ നട്ടുനനച്ച് വളർത്തുമെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ തുടർച്ചയായ പരിപാടിയിൽ PTA പ്രസിഡന്റ് ജയൻ ജോയ്, പ്രധാനാധ്യാപിക ലേഖ, എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുമാർ, കോർഡിനേറ്റർ പുഷ്പ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയ നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്കും നഴ്സിനും പരിക്കേറ്റു.
കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. ശ്വാസതടസ്സത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ നെബുലൈസിന് വിധേയമാവുകയായിരുന്ന കോടന്നൂർ അന്തിക്കാടൻ വീട്ടിൽ 16 വയസ്സുള്ള ക്രിസ്റ്റിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയ നായ കുട്ടിയുടെ കയ്യിൽ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ സമീപത്തുണ്ടായിരുന്ന നഴ്സ് മണ്ണമ്പേട്ട സ്വദേശി വലപ്പാട് വീട്ടിൽ സിയയ്ക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. നായ മാന്തിയതിനെ തുടർന്ന് നഴ്സിന്റെ കാലിന് പരിക്കേൽക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കുത്തിവെപ്പെടുത്തു. കറുപ്പിൽ തവിട്ട് നിറം കലർന്ന പുള്ളിയുള്ള നായയുടെ കഴുത്തിൽ ബെൽറ്റുണ്ട്. ആക്രമണത്തിന് പിന്നാലെ തെരുവുനായ പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗം വഴി ഓടിപ്പോവുകയായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചേർപ്പ് ആശുപത്രി പരിസരത്തും മറ്റുമായി 10 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കടിയേറ്റ നായ നിരീക്ഷണത്തിലിരിക്കെ ചാവുകയും തെരുവുനായ്ക്ക് പേവിഷബാധ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വീണ്ടും തെരുവുനായയുടെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച 3 അംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് മുന്നിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പമ്പിന് മുൻപിലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെരുമ്പിളിശ്ശേരി സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആക്രമിക്കപ്പെട്ടത്. പമ്പിന് മുന്നിൽ വെച്ച് അക്രമി സംഘം വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി. തുടർന്ന് വിദ്യാർത്ഥിയോട് അക്രമി സംഘം 500 രൂപ ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞതോടെ അക്രമി സംഘം വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ തപ്പിനോക്കുകയും പണം നൽകിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അസഭ്യം മുഴക്കി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പ്രതികളെയും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മണ്ണുത്തി മുളയം സ്വദേശി പൂങ്കുന്നം വീട്ടിൽ സഫൽ ഷാ, നടത്തറ കൊഴുക്കുള്ളി സ്വദേശി മൂർക്കനിക്കര വീട്ടിൽ സഞ്ജയ്, ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ ബിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ സഹൽ ഷാ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ സഞ്ജയ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പോക്സോ കേസിലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിലും മണ്ണുത്തി സ്റ്റേഷനിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ കേസിലും പ്രതിയാണ്. പ്രതി ബിഷ്ണു നെടുപുഴ സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും മദ്യലഹരിയിൽ അശ്രദ്ധയോടെ വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. ചേർപ്പ് SI KS സുബിന്ദ്, ഗ്രേഡ് സീനിയർ CPOമാരായ EH ആരിഫ്, ES ജീവൻ, ഉമേഷ്, പ്രദീപ്, ശ്രീനാഥ്, അനു അരവിന്ദ്, ധനീഷ്, CPOമാരായ ഗോകുൽ, അജിത് കുമാർ, മണികണ്ഠൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ അതിക്രമത്തിനെതിരെ ചേർപ്പിൽ പ്രതിഷേധം. CPIM ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ, ഏരിയ കമ്മിറ്റി അംഗം KG സന്തോഷ് കുമാർ, P ചന്ദ്രൻ, സെബി ജോസഫ് എന്നിവർ സംസാരിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെതിരെ കോടന്നൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോടന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളതാണ് ആ NDAക്കൊപ്പം മഹാസഖ്യമായ കോൺഗ്രസും പിന്നെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കും കൂടി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 37.23 വെറും 2.2% വോട്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരു ഭരണം കിട്ടേണ്ട ഒരു പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പ്രതിപക്ഷത്തിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ അട്ടിമറി മനസ്സിലാക്കിയ നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ പുതിയ തന്ത്രമായി രംഗത്ത് ഇറക്കിയിരിക്കുന്നു. ബീഹാറിലെ 65 ലക്ഷം വോട്ടർമാരെ കണക്കാക്കുന്നു. ഞാനിത് വളരെ ഗൗരവപരമായി കാണുന്നത്. കാരണം ഇവിടെ നമുക്ക് പൗരത്വ രജിസ്റ്റർ ഉണ്ട്, രേഖയുണ്ട്. ഒരു പൗരനെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാനാണ് ബീഹാറിൽ ഇപ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായിരുന്നു. KR ചന്ദ്രൻ, ഷൈജു സായ്റാം, പ്രിയൻ പെരിഞ്ചേരി, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, K രാമചന്ദ്രൻ, K നന്ദകുമാർ, ടോമി പെല്ലിശ്ശേരി, സൈറ ലത്തീഫ്, പൈലി ആന്റണി, KK രാമൻ, ഷാജി നെടുമ്പുരയ്ക്കൽ, രാജു ആഴ്ചയിൽ, സന്തോഷ് എടത്തേടൻ, ബൈജു സെന്റ് ജോൺ എന്നിവർ സംസാരിച്ചു. തൃശൂർ YMCAയുടെ ആഭിമുഖ്യത്തിൽ വന്ദേ മാതരം 19ാമത് ദേശഭക്തി ഗാന മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ YMCA ഹാളിലായിരുന്നു നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദേശഭക്തി ഗാന മത്സരം നടന്നത്.
BSF ഡെപ്യൂട്ടി കമാൻഡന്റ് ഷേർസിംഗ് മത്സരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ YMCA പ്രസിഡന്റ് ഷാജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ട്രഷറർ ജോജു മഞ്ഞില, ജനറൽ സെക്രട്ടറി ജിൽസൺ ജോസ്, ക്ലബ് FM സീനിയർ RJ സിംല മേനോൻ, യൂത്ത് വർക്ക് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാണ്ടി എന്നിവർ സംസാരിച്ചു. പാറമേക്കാവ് വിദ്യാമന്ദിർ 1ാം സ്ഥാനവും ചിന്മയ വിദ്യാലയ 2ാം സ്ഥാനവും സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കോൾ മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താൻ മന്ത്രിതല ചർച്ച നടത്തി. തൃശൂർ ജില്ലയിലെ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികളുമായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചർച്ച നടത്തിയത്. ജില്ലയിലെ കോൾ മേഖലയിൽ നെൽകർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു ചർച്ച. മന്ത്രിമാരായ കെ രാജൻ, KN ബാലഗോപാൽ, GR അനിൽ, P പ്രസാദ്, Dr. R ബിന്ദു എന്നിവരാണ് ചർച്ച നയിച്ചത്. കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ, കൃഷി, ഇറിഗേഷൻ, KSEB, KLDC എന്നീ വകുപ്പുകളുടെ മേധാവികളും ചർച്ചയിൽ പങ്കെടുത്തു. കോൾ കർഷക സംഘം പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, KK രാജേന്ദ്രബാബു, PR വർഗീസ്, ഗോപിനാഥൻ കൊളങ്ങാട്ട്, NS അയൂബ്, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ തന്നെ നെൽകർഷകർക്ക് വിതരണം ചെയ്യുക, വിള ഇൻഷുറൻസ്, കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് ഉടനെ വിതരണം ചെയ്യുക, കനാലുകളിലെ നീരൊഴുക്കിന് തടസ്സമാകുന്ന ചണ്ടി, കുളവാഴ, കരിവാലി എന്നിവ നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. കൂടാതെ പമ്പിംഗ് സബ്സിഡി വിതരണം ചെയ്യുക, കൃഷി ഇറക്കുന്നതിനു മുൻപ് കുമ്മായം വിതരണം ചെയ്യുക, റെഗുലേറ്ററുകളുടെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവ പരിഹരിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ചർച്ചയിൽ മന്ത്രിമാർ ഉറപ്പു നൽകി. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണ്ണമാല കൊത്തിയെടുത്ത് പറന്ന് കാക്കയുടെ കളി. 3.5 പവന്റെ മാല കൊത്തിക്കൊണ്ടുപോയ കാക്കയെ കല്ലെറിഞ്ഞ് പറത്തി മാല തിരിച്ചെടുത്ത ജീവനക്കാരിയും നാട്ടുകാരും. അംഗൻവാടി ജീവനക്കാരിയും നാട്ടുകാരും നടത്തിയ സംയോജിതമായ ഇടപെടലാണ് 3.5 പവന്റെ മാല തിരികെ ലഭിക്കാൻ ഇടയാക്കിയത്. മതിലകം 13ാം വാർഡിലെ 77ാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷെർലി തോമസിന്റെ 3.5 പവൻ സ്വർണ്ണമാലയാണ് കാക്ക കൊത്തിക്കൊണ്ടുപോയത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. അംഗൻവാടി തുറന്ന് വൃത്തിയാക്കാൻ എത്തിയതായിരുന്നു ഷേർലി തോമസ്. അംഗൻവാടി വൃത്തിയാക്കുന്നതിന് മുൻപായി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതിക്കൊപ്പം ധരിച്ചിരുന്ന 3.5 പവന്റെ മാലയും ഇവർ അഴിച്ചുവെച്ചു. കോണിപ്പടിക്ക് സമീപത്ത് നിന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനിടെ ഊരിവെച്ച മാല കാക്ക കൊത്തി പറക്കുകയായിരുന്നു. ഇതുകൊണ്ട് ഇവർ നിലവിളിയോടെ ബഹളം വെച്ചത് കേട്ട് കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ റോഡരികിലുണ്ടായിരുന്നവരടക്കം നാട്ടുകാർ ഓടിയെത്തി. വിവരമറിഞ്ഞ് കാക്കയെ ലക്ഷ്യമാക്കി ഓടിയ നാട്ടുകാർക്കൊപ്പം സ്വർണം നഷ്ടമായ അംഗൻവാടി വർക്കർ ഷേർലി തോമസും കുതിച്ചു. ഓട്ടത്തിനിടെ കൊക്കിൽ കുരുങ്ങിയ സ്വർണ്ണമാലയുമായി അടുത്തുള്ള മരക്കൊമ്പിലിരിക്കുന്ന കാക്കയെ നാട്ടുകാർ കണ്ടെത്തി. ഇതിനിടെ അംഗൻവാടി വർക്കർ ഷേർലി തോമസ് കൈവശമുണ്ടായിരുന്ന ചൂൽ കാക്കയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഒപ്പം കല്ലുകൾ വാരിയെറിഞ്ഞ് നാട്ടുകാരും ബഹളം വെച്ചു. ഇതോടെ കൊക്കിൽ കുരുങ്ങിയ മാല താഴെയിട്ട് കാക്ക പറന്ന് രക്ഷപ്പെടുകയായിരുന്നു. അല്പനേരത്തേക്ക് ഏറെ ആശങ്കയുണ്ടായെങ്കിലും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അംഗനവാടി വർക്കർ ഷേർലി തോമസിനൊപ്പം നാട്ടുകാരും. ഞാൻ ഇന്നലെ രാവിലെ 8 മണിക്ക് അംഗൻവാടിയിലെത്തി. അങ്ങനെ ക്ലീനിങ് തുടങ്ങാൻ വേണ്ടി ചൂലെടുത്തുകൊണ്ട് വന്ന് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് മാല ഊരി വെക്കാം, കൊളുത്തി പൊട്ടിയാലോന്ന് വിചാരിച്ച് അംഗൻവാടി തുറക്കാൻ ചെന്നപ്പോൾ അംഗൻവാടി തുറക്കാൻ കിട്ടണില്ല. ശരി, ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി. അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാനിത് ഈ സ്റ്റെയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു 9 മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു. കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതിൽ കൂടി പോണവരും ഒക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ചയെടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെ ഇട്ട് ഇവിടം വരെയും വന്ന് കാക്ക ഇവിടം വരെയും കാക്ക ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി, അതുകൊണ്ട് എറിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായതുകൊണ്ട് ചൂലാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പറന്നു പോയി. അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി. ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ വിറക്കിയിരുന്നു, എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ. കുന്നംകുളം പന്തല്ലൂരിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണെങ്കിലും ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കുന്നുകുളം പന്തലൂരിൽ ഇന്ന് രാവിലെ 10 മണിയോടെ വീശിയടിച്ച മിന്നൽ ചുഴലിയാണ് മേഖലയിൽ കനത്ത നാശം വിതച്ചത്. നേരിയ മഴയ്ക്ക് പിന്നാലെ രൂപപ്പെട്ട ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. പ്രധാന റോഡിൽ നിന്ന് പന്തലൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണെങ്കിലും ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോ ഡ്രൈവർ പന്തലൂർ സ്വദേശി സൈമണാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ശക്തമായ ചുഴലിക്കാറ്റിൽ പ്രദേശത്ത് വ്യാപകമായി നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റാണ് കനത്ത തോതിൽ നാശനഷ്ടമുണ്ടാക്കിയത്. മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും തകരാറിലായി. മരങ്ങൾ കടപുഴകിയതിനെ തുടർന്ന് ചൊവ്വന്നൂർ പന്തല്ലൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മേഖലയിൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വെങ്ങിണിശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ മംഗല്യസിദ്ധി പൂജ ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന പാണ്ഡവഗിരി ദേവിക്ക് ചിങ്ങമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളാണ് വ്യാഴാഴ്ച നടക്കുക. ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അമൃതഭോജനവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ 9447277702 9447 991586 0487 227702. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ തൃശൂർ ജില്ലാതല ആഘോഷങ്ങൾക്കായി തേക്കിൻകാട് മൈതാനമൊരുങ്ങി. സ്വാതന്ത്ര്യ ദിനാഘോഷ ജില്ലാ പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തി. അവണിശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി വിതരണം നടന്നു. സമേതം എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ചങ്ങാതിക്കുരുത്തായി വിതരണ പദ്ധതി നടന്നത്. ചേർപ്പിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയ നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്കും നഴ്സിനും പരിക്കേറ്റു. പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച 3-അംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.